ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രസപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ പെട്ടെന്ന് വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ചിട്ട് അടിപൊളി രസം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കയറുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സാധാരണയായിട്ടുണ്ടല്ലോ ഞാൻ രസം ഉണ്ടാക്കുന്നത് വളരെ കുറവാണ്. കാരണം എന്താണെന്നറിയോ, ഇതിങ്ങനെ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര ചോറുണ്ടാലും എനിക്ക് മടുക്കില്ല കേട്ടോ. ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ചോറ് കുറക്കുന്നത് കാരണം ഈ രസം ഞാൻ ഉണ്ടാക്കുന്നത് വളരെ കുറവാണ്. ഇന്നിപ്പോൾ മോൻ നിർബന്ധിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, പറഞ്ഞുതരാം കേട്ടോ ഓരോന്നായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്ന പുളി, അതായത് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ട് അത് ചൂടുവെള്ളത്തിലൊഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കുതിരാനായിട്ടോ. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു 5-8 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്, വറുക്കാത്തതാണ് കേട്ടോ, പച്ചക്കന്നെയാണ്. പിന്നെ ഇത് 1 ടീസ്പൂൺ നമ്മുടെ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചിയും 1 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇഞ്ചി ഞാനൊന്ന് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കും. കല്ലിലാണെങ്കിൽ അത്രയും ബെസ്റ്റ്. അപ്പോൾ ഇത് ഈ ഒരു പാകത്തിനാണ് ചതച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള പണി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് സ്റ്റൈലാക്കി നോക്കിയതാണ്. നമ്മുടെ തക്കാളി 2 എണ്ണം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനിതേ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ, അതാണ് ടേസ്റ്റ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത സംഭവം ഉണ്ടല്ലോ, അത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമുക്ക് വഴറ്റിയെടുക്കാം. ബ്രൗൺ നിറമൊന്നും ആവണ്ട, പക്ഷേ എന്നാൽ നല്ല മൂത്ത മണം വരണം കേട്ടോ. കളർ മാറണമെന്നില്ല, പക്ഷേ നന്നായിട്ട് മൂത്ത മണം വരണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സംഭവമൊക്കെ നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു മണമുണ്ട് കേട്ടോ, ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തോട്ടേക്ക് നമ്മുടെ വഴറ്റിൽ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച നമ്മുടെ പുളി നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അത്രയും വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. രസം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ കലവറയാണല്ലോ, അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നമുക്ക് വേറെ ഒരു പണിയും ഇനിയില്ല. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ, നമുക്ക് പാകത്തിന് രസം ഒന്ന് കുറുകി കിട്ടുന്നത് വരെയും നമുക്കിത് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ ചിലരുടെ രസത്തിന് കുറച്ചൊരു കട്ടി ഉണ്ടാകും. എനിക്കങ്ങനെയല്ല, എനിക്കിങ്ങനെ വെള്ളം മാത്രമായിട്ടുള്ള രസമാണ് ഇഷ്ടം. അങ്ങനെയാണ് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഈ ഒരു രസം നമുക്ക് കുടിക്കാനും ചോറിൻ്റെ ഒപ്പം കഴിക്കാനും ബെസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ പാകത്തിന് കുറുകി കഴിഞ്ഞാൽ എനിക്കിങ്ങനെ കുറച്ച് ശർക്കര കൂടി ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചിലർ അങ്ങനെ ചേർക്കാറില്ല. അപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ എന്ന് പറയാം, അത്രേ ചേർത്തിട്ടുള്ളൂ, ശർക്കര ചേർത്ത് കൊടുത്തു. ഇനി ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് കുറുകിയെന്ന് കണ്ടു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മല്ലിയില, എനിക്ക് ഈ രസത്തിൽ മല്ലിയില നിർബന്ധമാണ്. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു, സംഭവം റെഡി. ഇനി ഇതിന് താളിച്ചൊഴിക്കേ വേണ്ടുള്ളൂ. താളിച്ചൊഴിക്കുന്നത് പിന്നെ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ് കേട്ടോ. സാധാരണ ഇതേ നമ്മുടെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു, ചുവന്നമുളക് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു, സംഭവം സെറ്റ് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കിങ്ങനെ പെട്ടെന്ന് ചോറിലങ്ങ് ഒഴിച്ച് കഴിക്കാൻ തോന്നില്ലേ ഈ രസം. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ. ഈ മഴ സമയത്ത് നല്ല ചൂട് ചോറിൻ്റെ മേലെ ഈ ഒരു ചൂട് രസം ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ, സത്യം പറയട്ടെ, രസം ഉള്ള സമയത്ത് എനിക്ക് അതിൻ്റെ കൂടെ വേറെ ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. വെറും രസം മാത്രം ഇങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിക്കാനാണ് ഇഷ്ടം. വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ സൈഡിൽ ഇങ്ങനെ പൂക്കളം പോലെ വെച്ചിരിക്കുന്നത്. എനിക്ക് രസം മാത്രം മതി. അപ്പോൾ ഇതേ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.